ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ഗീതു ഫ്രാൻസിസ്. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ സ്നേഹഗിരി തിരുഹൃദയ ദേവാലയം ഇടവകാംഗമാണ്. കൃപാസനത്തെക്കുറിച്ച് ഞാൻ ആദ്യമായി കേൾക്കുന്നത് 2018 2018 ഞാൻ മസ്കറ്റിലാണ്. ഞാൻ, എൻ്റെ ഹസ്ബൻഡ്, മോള്, ഞങ്ങളെല്ലാവരും മസ്കറ്റിൽ തന്നെ. അങ്ങനെ ഞാൻ നാട്ടിൽ വരുന്നതിൻ്റെ ഒരു വർഷം മുൻപ് എൻ്റെ ഹസ്ബൻഡ് നാട്ടിലേക്ക് വന്നു. അതിനുശേഷം ഞാനും മോളും അവിടെ തന്നെയായിരുന്നു. കാരണം എനിക്ക് നാട്ടിലേക്ക് വരാൻ സാധിച്ചില്ല. എൻ്റെ വിസയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അവിടെ തന്നെ മസ്കറ്റിൽ ശരിക്കും ഞാൻ ട്രാപ്പായിപ്പോയി. ആ ഒരു സമയത്താണ് എൻ്റെ മമ്മി ആദ്യമായിട്ട് കൃപാസനത്തെക്കുറിച്ച് എന്നോട് പറയുന്നത്. മാതാവിനോട് പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞു. ഞാൻ അത്രയും നാളും ഇങ്ങനൊരു ധ്യാനകേന്ദ്രത്തെക്കുറിച്ചോ ഒന്നും ഞാൻ കേട്ടിട്ടില്ല. ഞാൻ മമ്മി പറഞ്ഞതനുസരിച്ച് മാതാവിൻ്റെ ഒരു ഫോട്ടോ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു വർഷത്തോളമൊക്കെ കഴിഞ്ഞപ്പം പെട്ടെന്നൊരു ദിവസം രാത്രി ഒരു ഫോൺ കോൾ വരികയാണ്. എൻ്റെ ഹസ്ബൻഡിന് ഒരു ആക്സിഡൻറ്റ്, ചെറിയൊരു ആക്സിഡൻ്റാണ്, പേടിക്കാനൊന്നുമില്ല, പക്ഷേ എത്രയും വേഗം തന്നെ അവിടുന്ന് തിരിച്ചു വരണമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് റിസ്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം മിനിസ്ട്രിയിലൊക്കെ കുറച്ച് പൈസ കാര്യങ്ങളെല്ലാം ചെയ്ത് ഫൈനെല്ലാം അടച്ചിട്ടാണ് ഞാൻ നാട്ടിലേക്ക് വരുന്നത്. നാട്ടിൽ ഞാൻ വന്നപ്പോൾ കണ്ട കാഴ്ച, എൻ്റെ ഹസ്ബൻഡ് ആ ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു പോയിരുന്നു. അപ്പം എനിക്ക് ആ സമയത്ത് ഞാൻ വല്ലാതെ തളർന്നു പോയൊരു സമയമായിരുന്നു അത്. കാരണം എല്ലാവരും ആശ്വസിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ കുറ്റപ്പെടുത്താനും പരിഹസിക്കാനും ആയിരുന്നു കുറേ പേരൊക്കെ ആ ഒരു അവസരം ഉപയോഗിച്ചത്. നീ ഇത്രത്തോളം ദൈവത്തോട് അടുത്ത് നിന്നിട്ട് പ്രാർത്ഥിച്ചിട്ട്, അന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും പറയുമായിരുന്നു, ഇങ്ങനെ ഒരു സമയമൊക്കെ കടന്നു പോകും, അത് കഴിയുമ്പം ദൈവം എന്തോ വലിയ സമ്മാനം നിനക്ക് കരുതി വെച്ചിട്ടുണ്ടെന്ന് എൻ്റെ അടുത്ത് എല്ലാവരും പറയാം. പക്ഷേ ഞാനിവിടെ വന്നപ്പോൾ കണ്ട കാഴ്ചയും എല്ലാം കൂടി ആയപ്പം എല്ലാവരും എന്നെ ഭയങ്കര പരിഹസിക്കൽ, കുറ്റപ്പെടുത്തലൊക്കെ ആയിരുന്നു. ഞാനും അതോടുകൂടി ആകെ തളർന്നു പോയി. കാരണം എൻ്റെ മോൾക്ക് അന്ന് 4 വയസ്സേ ഉള്ളൂ. 4 വയസ്സുള്ളൊരു കുട്ടിയുടെ ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളും ഒന്നും അറിയാതെയും ഞാൻ വല്ലാതെ തളർന്നു പോയിരുന്നു. അങ്ങനെ ആത്മഹത്യയെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരുന്നൊരു സമയത്താണ് എൻ്റെ വീട്ടുകാർ വീണ്ടും, എൻ്റെ മമ്മി പപ്പയൊക്കെ കൂടി വീണ്ടും എന്നെ പഠിക്കാൻ വിടാമെന്ന് തീരുമാനിച്ചത്. ഞാൻ നേഴ്സാണ്. അന്ന് ഞാൻ പഠിച്ചിരുന്നത് ജനറൽ നഴ്സിംഗ് ആയിരുന്നു. എന്നെ പോസ്റ്റ് BSc വിടാമെന്ന് ഒരു തീരുമാനം വന്നു. അങ്ങനെ പോസ്റ്റ് BSc അഡ്മിഷൻ കിട്ടാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടി. കാരണം ആ വർഷം ക്ലാസ് തുടങ്ങിയിട്ട് ഏകദേശം 2 മാസത്തോളം കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും അഡ്മിഷൻ കിട്ടില്ല എന്നൊക്കെ വിചാരിച്ചെങ്കിലും കൂടി പെട്ടെന്ന് തന്നെ അഡ്മിഷൻ ശരിയായി. അങ്ങനെ ഞാൻ ക്ലാസ്സിന് പോയി തുടങ്ങി. പക്ഷേ ക്ലാസ്സിന് പോയെങ്കിലും കൂടിയിട്ട് എനിക്കൊന്നും ശ്രദ്ധിക്കാനോ പഠിക്കാനോ ഒന്നും സാധിക്കണില്ല. ഞാൻ അതുപോലെ തന്നെ ആകെ ഡൗൺ ആയിരിക്കുന്ന ഒരു സമയം. അങ്ങനെ പിന്നെ എൻ്റെ കോളേജിലെ സിസ്റ്റേഴ്സ് എല്ലാവരും ഒരുപാട് സഹായിച്ച് ഞാൻ കുറച്ചൊക്കെ മാറി തുടങ്ങി. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് മരിച്ച് 22ാമത്തെ ദിവസമാണ് ഞാൻ പോസ്റ്റ് BSc പോകുന്നത്. അങ്ങനെ ഫസ്റ്റ് ഇയർ എക്സാം വന്നു. നമ്മൾ അഡ്മിഷൻ എടുത്തപ്പോൾ തന്നെ എക്സ്റ്റേണൽ സബ്ജക്ട്സ് ഏകദേശം എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയും നാളത്തെ ക്ലാസ് മിസ്സായത്, എനിക്ക് 2-3 സബ്ജക്റ്റൊന്നും എനിക്ക് ഒട്ടും ക്ലാസ് പോലും കിട്ടിയിട്ടില്ല. ഫസ്റ്റ് ഇയർ എക്സാം വന്നപ്പം എനിക്ക് എന്ത് പഠിക്കണം, എങ്ങനെ ഏതെന്നൊന്നും അറിയില്ല. അപ്പോൾ അവിടെ കോളേജിൽ തന്നെ ഫ്രണ്ട്സ് കുറച്ച് പേര് ഉടമ്പടിയിലുള്ളവരും മാതാവിനോട് പ്രാർത്ഥിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് അന്നത്തെ ആ ഒരു സംഭവത്തിന് ശേഷം പ്രാർത്ഥന എന്ന് പറയുന്നതേ ഇല്ല. കുടുംബ പ്രാർത്ഥനയ്ക്കാണെങ്കിൽ കൂടി ഞാൻ വെറുതെ ചെന്നിരിക്കും, ഒന്നും പ്രാർത്ഥിക്കില്ല, പള്ളിയിൽ പോവില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു, എന്തായാലും പ്രാർത്ഥിക്കും, മാതാവിനോട് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ് എൻ്റെ ഫ്രണ്ട്സ് തന്നെ എനിക്ക് ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് എല്ലാം ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. വളരെ അത്ഭുതകരമായിട്ട് ഫസ്റ്റ് ഇയർ എക്സാമിന് എല്ലാ വിഷയത്തിനും ഞാൻ പാസ്സായി. അങ്ങനെ സെക്കൻഡ് ഇയർ ആയി. അപ്പോഴേക്കും ഞാൻ കുറച്ചൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇടവകയിൽ സൺഡേ കാറ്റസിൻ്റെ സെക്രട്ടറിയൊക്കെ ആയിട്ട് തമ്പുരാൻ എന്നെ ഉയർത്തി. അങ്ങനെ ഞങ്ങൾ 2ാമത്തെ വർഷം വന്നപ്പോഴും ഇതുപോലെ തന്നെ പഠിക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട്. എനിക്കാണെങ്കിൽ ഇങ്ങനൊരു പ്രശ്നമൊക്കെ ഉള്ള കാരണം കൊണ്ട് എല്ലാവരുടെയും പരിഹാസങ്ങളൊക്കെ അപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ കോളേജിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് പോലും എന്നെ വഴിയിൽ തടഞ്ഞു നിർത്തി ചോദിച്ചവരുണ്ട്, എന്തിനാ നീ ഇപ്പം ഇങ്ങനെ പഠിക്കാനൊക്കെ പോകുന്നത്, നിനക്ക് ജോലിക്ക് എങ്ങാൻ പോയ കുട്ടീനെ നോക്കി ഇരുന്നാൽ പോരെ എന്നൊക്കെ ചോദിച്ചവരുണ്ട്. അപ്പോൾ ഇങ്ങനെ പരിഹസിക്കുന്ന എല്ലാവരുടെയും മുമ്പിൽ കൂടെയാണ് ഞാൻ പോകുന്നത്. അങ്ങനെ ഞാൻ വീണ്ടും മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എന്നെ വീണ്ടും മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസപാത്രമാക്കല്ലെന്ന് പ്രാർത്ഥിച്ച് ഞാൻ സെക്കൻഡ് ഇയർ എക്സാമും ഇതുപോലെ തന്നെ എഴുതി. അത്ഭുതകരമായിട്ട് മാതാവ് എനിക്ക് ആ വർഷം പോസ്റ്റ് BSc ഫസ്റ്റ് ക്ലാസ് നൽകി അനുഗ്രഹിച്ചു. അങ്ങനെ ഞാൻ പാസ്സായി. അതിനുശേഷം എനിക്ക് വലിയ കാത്തിരിക്കേണ്ടിയൊന്നും വന്നില്ല. ഏകദേശം 2000-ഓളം പേര് എഴുതിയ ഒരു എക്സാമിൽ തൃശ്ശൂർ ജില്ലയിൽ 6ാമത്തെ റാങ്ക് നൽകി മാതാവിനെ അനുഗ്രഹിച്ച് എനിക്ക് ജോലിയും തരപ്പെടുത്തി തന്നു. അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും
പിന്നെയും ഞാൻ ജോലിയിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എല്ലാം ഉണ്ടെങ്കിലും എനിക്കെപ്പോഴും പലരും പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് പറയുന്നത്. കുറേ പേര് പറയും നാട്ടിൽ തന്നെ നിന്നാൽ മതി, കുട്ടി ഇത്രയെല്ലാം ആയിട്ടുള്ളൂ, മോളെ ഇട്ടിട്ട് വേറെ പുറത്തേക്കൊന്നും ജോലിക്ക് നോക്കണ്ടെന്ന് പറയും. കുറച്ച് പേര് പറയും പുറത്തേക്ക് എന്തായാലും പോകുന്ന കാര്യം ചിന്തിക്കണം എന്ന്. അങ്ങനെ എനിക്ക് ജീവിതത്തെക്കുറിച്ച് ആകെക്കൂടെ ഒരു അവ്യക്തതയാണ്, ഒരു കാര്യത്തിനും ഒരു ക്ലാരിറ്റി ഇല്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീണ്ടും എൻ്റെ മമ്മി എന്നോട് പറഞ്ഞു, മാതാവിനോട് പ്രാർത്ഥിക്കുക, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച മാതാവ് എന്തായാലും അതിനൊരു ഉത്തരം തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2023 നവംബർ 23 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അതിനു മുൻപ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നത് എൻ്റെ പോസ്റ്റ് BScയുടെ റിസൾട്ട് അറിഞ്ഞ സമയത്തായിരുന്നു. ഞാനും ഫ്രണ്ട്സും കൂടിയിട്ട് ആദ്യമായിട്ട് വന്നത്. അതിനുശേഷം വീണ്ടും ഞാൻ വന്നു, ഇവിടെ ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു തുടങ്ങി. ഉടമ്പടിയിൽ ഞാൻ ഏറ്റവും ആദ്യം വെച്ചിരുന്ന നിയോഗം മാതാവ് എൻ്റെ കൂടെ ഉണ്ടാവണമെന്നായിരുന്നു. അങ്ങനെ ഇവിടെ ഞാൻ വന്ന് ഉടമ്പടി പ്രദക്ഷിണത്തിൻ്റെ സമയത്ത് ലോട്ടോ എടുക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് മാതാവിനെ കിട്ടിയാൽ മതി, മാതാവിനെ പിടിക്കാൻ എനിക്കൊരു അനുഗ്രഹം തരണേന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ എനിക്ക് കൊടയായിരുന്നു കിട്ടിയത്. അപ്പോൾ എനിക്ക് ആദ്യം ഒരു വിഷമം തോന്നിയെങ്കിലും പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ മാതാവിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് നടക്കുന്നത്. അപ്പോൾ മാതാവ് എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എൻ്റെ മുന്നേ മാതാവ് പോകുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഒരു ബോധ്യം കിട്ടി. അങ്ങനെ ഞാൻ അന്ന് പിന്നെ വീണ്ടും ഉടമ്പടിയിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ രണ്ടാമത്തെ നിയോഗം വെച്ചിരുന്നത് എനിക്ക് ജീവിതത്തിനൊരു വ്യക്തത തരണേന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പം എനിക്ക് ആ സമയത്തും വേറെ മാരേജ് പ്രപ്പോസൽസ് വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാനൊന്നിനോടും വില്ലിങ് അല്ല. എനിക്ക് അങ്ങനെ പുതിയൊരാളെ അക്സെപ്റ്റ് ചെയ്യാനോ ഒന്നും എനിക്ക് സാധിക്കണില്ല. ഞാൻ ഒന്നിനോട് എന്ത് പറഞ്ഞാലും ഞാൻ പറ്റില്ല എന്ന് എന്നെ തീർത്ത് പറയുമായിരുന്നു. ആ സമയത്ത് എൻ്റെ അനിയൻ അയർലൻഡിൽ പഠിക്കുകയാണ്. ആ സമയത്ത് അവനങ്ങനെ നാട്ടിൽ വന്നപ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴും ഞാൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു. പക്ഷെ ആ സമയത്ത് ഒരു പ്രപ്പോസൽ വന്നത് വീട്ടുകാർക്കൊക്കെ ഭയങ്കര താല്പര്യമായി. അങ്ങനെ വീണ്ടും ഇവർ എൻ്റെ അടുത്ത് അനിയൻ പറഞ്ഞു, നീ വേറൊരു രീതിക്ക് മാറ്റി ചിന്തിച്ചില്ലെങ്കിൽ ഞാനും ഇനി ഇങ്ങനെ തന്നെ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് മാറി ചിന്തിക്കേണ്ടതായിട്ട് വന്നു. അപ്പോഴും ഒരുപാട് ടെൻഷനോടെയാണ് ഞാൻ അപ്പോഴും പുതിയൊരു ജീവിതം എന്നുള്ളത് ചിന്തിക്കുന്നത്. കാരണം പുതിയൊരാൾ വരുമ്പോൾ എങ്ങനെ, എനിക്കൊരു മോളുണ്ട്, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ, ഭയങ്കര പ്രയാസമായിരുന്നു. വന്ന പ്രപ്പോസലാണെങ്കിൽ ആളുടേത് ഫസ്റ്റ് റിലേഷനുമാണ്. അപ്പം എനിക്ക് ഇരട്ടി ടെൻഷനായിരുന്നു. പക്ഷേ മാതാവ് എനിക്ക് കൊണ്ടുതന്നതെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ പ്രാർത്ഥിച്ചോ എങ്ങനെ ആഗ്രഹിച്ചോ അതുപോലൊരു കുടുംബമാണ് മാതാവ് എനിക്ക് കൊണ്ടുതന്നത്. ഇതാണ് എൻ്റെ ഹസ്ബൻഡ് മാതാവ് കൊണ്ടുതന്നത്. എന്ന് വെച്ചാൽ എനിക്ക് പുതിയൊരാളൊന്നും എൻ്റെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് കയറി വന്ന ഒരാളെന്നുള്ള ഒരു ഫീലും എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. ഞാൻ എങ്ങനെയായിരുന്നു എൻ്റെ മോളെയും എല്ലാം ആക്സെപ്റ്റ് ചെയ്ത് അത്രയും സ്നേഹിച്ച് കൊണ്ടുനടക്കുന്ന ഒരു കുടുംബമാണ്. പ്രത്യേകിച്ച് അവിടുത്തെ അപ്പച്ചൻ, അമ്മച്ചി, ചേച്ചി എല്ലാവരും. അങ്ങനെ മാതാവ് എനിക്കൊരു പുതിയ ജീവിതം നൽകി അനുഗ്രഹിച്ചു. എൻ്റെ ജീവിതത്തിനൊരു വ്യക്തത കിട്ടി. അങ്ങനെ പിന്നെ എന്തായാലും പുറത്തേക്ക് എന്നെ നോക്കാം എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തി എല്ലാവരും. അങ്ങനെ പിന്നെ ഞാൻ OETക്ക് ജോയിൻ ചെയ്തു. OETക്ക് ജോയിൻ ചെയ്തിട്ട് ഞാൻ ജോലി ഉണ്ടായിരുന്നത് റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ OETക്ക് പോകുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും OETക്ക് ജോയിൻ ചെയ്തത് ഞാൻ കേരളത്തിൽ തന്നെ ഒരു നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ എനിക്ക് എന്തായാലും കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഞാൻ വലിയ പ്രശ്നങ്ങളില്ല, ലാംഗ്വേജ് ഉണ്ട്, അത് കാരണം കൊണ്ട് കുഴപ്പമില്ല എന്ന് തന്നെ വിചാരിച്ചിരുന്നത്. പക്ഷെ ആ സമയത്ത് എനിക്ക് പറ്റിയത്, ഞാൻ ഉടമ്പടിയിലായിരുന്നെങ്കിൽ കൂടി ഉടമ്പടിയുടെ നിബന്ധനകൾ എല്ലാം പാലിക്കാൻ എനിക്ക് പറ്റിയായിരുന്നില്ല. രാവിലത്തെ കുർബാന അതൊന്നും അവിടെ കിട്ടില്ല എല്ലാ ദിവസവും. അതുപോലെ കാരുണ്യപ്രവർത്തികളാണെങ്കിലും വളരെ കുറവ് വന്നിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും എനിക്കറിയാം ഞാൻ ഉടമ്പടിയിൽ വിശ്വസ്തത കാണിക്കുന്നില്ല എന്ന്. അച്ഛനോട് എപ്പോഴും പറയുന്ന പോലെ തന്നെ വിശ്വാസത്തെക്കാളേറെ വിശ്വസ്തതയാണ് വേണ്ടതെന്ന് എനിക്കറിയാം. പക്ഷെ എന്നെക്കൊണ്ടൊന്നും സാധിക്കുന്നില്ല. അങ്ങനെ ഞാൻ വീണ്ടും പക്ഷേ കുറച്ചൊക്കെ മാതാവിനേക്കാൾ കൂടുതൽ ഞാൻ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ വല്ലാതെ ഡിപ്പെൻഡ് ചെയ്തായിരുന്നു. എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴാണെങ്കിലും പോഡ്കാസ്റ്റിന് വരുമ്പോൾ കാണാം എന്നാണ് പറയാറ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എക്സാമിന് നമുക്ക് സ്കോറെല്ലാം കിട്ടിക്കഴിഞ്ഞ് വീണ്ടും ഒരു വീഡിയോ വരും അവരുടെ, അപ്പോൾ ആ വീഡിയോയിൽ കാണാം എന്നാണ് എല്ലാത്തിനും പറയാറ്. അല്ലാതെ മാതാവിനെ സാക്ഷ്യപ്പെടുത്തണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതെൻ്റെ ഭാഗത്തുനിന്ന് വന്ന വലിയൊരു വീഴ്ച തന്നെയാണ്. അങ്ങനെ എൻ്റെ എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഒരു മൊഡ്യൂളിന്, റീഡിങ് മൊഡ്യൂളിന് മാത്രം എനിക്ക് 340, ബാക്കി എല്ലാ മൊഡ്യൂളിനും എനിക്ക് മാർക്കുണ്ട്. ഞാൻ വീണ്ടും വല്ലാതെ ഡിപ്രസ്ഡായി. ഇനി എന്താ എന്ന് വെച്ചാൽ എക്സാമിൻ്റെ അത്രയും ഫീസും കാര്യങ്ങളെല്ലാം ഇനി വീണ്ടും ചെയ്യണം. എനിക്കൊന്നും അറിയില്ല ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. റിവാലുവേഷന് കൊടുത്തെങ്കിലും കൂടെ കിട്ടിയില്ല. അതിനുശേഷം പിന്നെ മാതാവ് കുറച്ചും കൂടെ ബോധ്യങ്ങളൊക്കെ തന്നു. എന്തായാലും ഇനി വീണ്ടും ഒന്നുകൂടെ എഴുതാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ വീണ്ടും എഴുതാനായിട്ട്
ഡേറ്റ് എല്ലാം എടുത്തു. ഡേറ്റ് എടുത്ത് കഴിഞ്ഞപ്പം ഞാൻ സാധാരണ എല്ലാ എക്സാമിന് മുൻപും ഞാൻ വചനം എഴുതി പ്രാർത്ഥിക്കുന്ന ആളാണ്. പക്ഷേ എനിക്ക് ആ സമയത്ത് എന്താ എഴുതേണ്ടതെന്നൊന്നും എനിക്ക് മനസ്സിൽ വരുന്നില്ല. ഞാൻ മാതാവിനോട് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ മനസ്സിലാകെ വരുന്നത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് യുവർ ഗ്രേസ് എന്നുള്ളൊരു സെൻറ്റൻസ് മാത്രമാണ്, വേറെ ഒന്നും വരുന്നില്ല. ഞാൻ അത് തന്നെ എഴുതാമെന്ന് വിചാരിച്ചു. ഞാൻ ഒരു ബുക്ക് എടുത്തു. അതിൻ്റെ ഫസ്റ്റ് പേജിൽ മുഴുവൻ ഞാൻ എഴുതിയിരിക്കുന്നത് മാതാവിനോടുള്ള എൻ്റെ പ്രാർത്ഥനകളും എൻ്റെ സങ്കടമാണ്. കരഞ്ഞുകൊണ്ടാണ് ഞാൻ ആ ബുക്കിൽ ഓരോ പേജും എഴുതി തീർത്തിരിക്കുന്നത്. അങ്ങനെ വേറെ എവിടെയെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വേറെ എവിടെയെങ്കിലും പോകണമെന്ന് ആലോചിക്കുമ്പോഴും എനിക്ക് പോകാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നോക്കുമ്പം പോകണ്ടെന്ന് തന്നെയാണ്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഫസ്റ്റ് പേജ് കഴിഞ്ഞ് സെക്കൻഡ് പേജിൽ ഞാൻ ഇതുപോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എഴുതി തുടങ്ങി. അപ്പോഴും ഞാൻ ഓരോ തവണ എഴുതുമ്പോഴും ഞാൻ മാതാവിനോട് പറയും, മുമ്പത്തെ പോലെയല്ല, എന്നെ ഒന്ന് കറക്റ്റ് ചെയ്യാനോ ഗൈഡ് ചെയ്യാനോ ഒന്നും ആരുമില്ല എൻ്റെ കൂടെ എപ്പോഴും വേണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഓരോ പേജും അതിൽ എഴുതിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാനിരിക്കുന്നതിന് മുമ്പ് ആ ഒരു ബുക്കിൽ ഒരു പേജ് മുഴുവൻ ഞാൻ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് എഴുതിക്കൊണ്ടാണ് ഞാൻ പഠിക്കാനിരിക്കുക. അങ്ങനെ ഞാൻ എക്സാം എഴുതിയത് ഓഗസ്റ്റ് 31 ഓഗസ്റ്റ് 31 എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് തേൻ ഉപയോഗിച്ചു, തൈലം പൂശി പ്രാർത്ഥിച്ചു. ഞാൻ ഉപ്പ് എൻ്റെ കയ്യിലെടുത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീടിൻ്റെ തൊട്ടടുക്ക തന്നെയാണ് സെൻറ്റർ. ഞാനവിടെ ചെന്ന് മാതാവിൻ്റെ വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ച് ഉപ്പ് ഞാനവിടെ ആരും ചവിട്ടാത്തൊരു സ്ഥലത്ത് ഇട്ടു. അതിന് മുൻപേ ആയിട്ട് കഴിഞ്ഞ ഓഗസ്റ്റ് 23 ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ടായിരുന്നു. അച്ഛൻ തന്ന കാശ് രൂപവും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പ് ഞാൻ ബാഗ് വെച്ച് കഴിഞ്ഞപ്പം അതിൽ നിന്ന് ഒരു പിടി ഉപ്പെടുത്ത് എൻ്റെ കയ്യിൽ പിടിച്ച് ഞാൻ അതിൽ അച്ഛൻ തന്ന കാശ് രൂപം മുറുക്കെ പിടിച്ചിട്ടാണ് ഞാൻ എക്സാം ഹാളിലേക്ക് കയറണേ. അവിടെ ചെന്ന് ഞാനിരിക്കുന്ന സീറ്റിൽ ഞാൻ ആദ്യം തന്നെ ചെറുതായിട്ടൊന്ന് ഉപ്പ് വെതറി, താഴത്തും ഞാൻ ഉപ്പ് വെതറി പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ പഠിക്കാനിരിക്കുമ്പോൾ എപ്പോഴും ഞാൻ പറയുമായിരുന്നു, മാതാവ് എൻ്റെ കൂടെ ഉണ്ടാവണേ എന്നുള്ളത് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെയുള്ള സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പം എല്ലാവർക്കും മാതാവിനെ കാണാൻ പറ്റി, മാതാവിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യാൻ പറ്റി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, എനിക്കും അങ്ങനെ ഒരു കാര്യം സാധിച്ചു തരണേന്ന്. പക്ഷേ എനിക്ക് അങ്ങനെ മാതാവിൻ്റെ പ്രസൻസ് ഒന്നും എനിക്ക് അത്രയും ദിവസം ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെ ഞാൻ എക്സാം എഴുതി തുടങ്ങി. എക്സാം എഴുതിയപ്പം ഫസ്റ്റ് മോഡ്യൂള് ലിസണിങ് ആണ്. ലിസണിങ് മോഡ്യൂള് തുടങ്ങുമ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞിരുന്നത് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതി തീരില്ല എന്നായിരുന്നു. പക്ഷേ അത്ഭുതകരമായിട്ട് എൻ്റെ 24 ക്വസ്റ്റ്യൻസും ഞാൻ ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെയാണ് എഴുതിപ്പോയത്. അതുപോലെ റീചെക്ക് ചെയ്യുന്ന സമയത്ത് ലിസണിങ് മോഡ്യൂളും റീഡിങ് മോഡ്യൂളും രണ്ടും റീചെക്ക് ചെയ്യുന്ന സമയത്ത് ഓപ്ഷൻസ് ഉണ്ട്. ABC എന്നുള്ള ഓപ്ഷൻസിൻ്റെ സ്ഥാനത്ത് ഞാനിപ്പം മാർക്ക് ചെയ്തിരിക്കുന്ന ഓപ്ഷൻ B ആണെങ്കിൽ എനിക്ക് ആ റീചെക്ക് ചെയ്യുമ്പം എനിക്ക് കൃത്യം എൻ്റെ മനസ്സിൽ തന്നെ തോന്നിപ്പിക്കുകയാണ് അത് B അല്ല C ആണ്, അതെന്തായാലും വായിച്ചെഴുതുക എന്ന് വെച്ചാൽ എന്നെക്കൊണ്ട് നിർബന്ധിച്ച് ആരും ചെയ്യിപ്പിക്കുന്നത് പോലെ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തത്. അതുപോലെ റൈറ്റിംഗ് മോഡ്യൂളിലും സ്പീക്കിങ്ങിലും എല്ലാം മാതാവിൻ്റെ ഒരു സാന്നിധ്യം എനിക്ക് ഫീൽ ചെയ്യാൻ സാധിച്ചു. അങ്ങനെ പിന്നെ വീട്ടിലെത്തി കഴിഞ്ഞപ്പം സ്പീക്കിംഗ് എനിക്ക് കുറച്ച് ടഫായിരുന്നു. സാധാരണ എനിക്ക് സ്പീക്കിംഗ് ആണ് ഏറ്റവും എളുപ്പമാവാറ്, പക്ഷെ സ്പീക്കിംഗ് ടഫായി. പക്ഷേ എങ്കിലും ഞാൻ മാതാവിനോട് തന്നെ വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഇറങ്ങുന്ന സമയത്ത് മാതാവിൻ്റെ ഉപ്പ് അവിടെ വീണ്ടും വെതറി, ഇനി ഈ എക്സാം എഴുതാനായിട്ട് എന്നെ അനുവദിക്കല്ലേ മാതാവെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ വന്നത്. അങ്ങനെ ഇന്നലെ, അതായത് സെപ്റ്റംബർ 17 റിസൾട്ട് വരുമെന്ന് ആദ്യം അനൗൺസ് ചെയ്തായിരുന്നത്. പക്ഷേ കഴിഞ്ഞ 10 എന്നെ വീണ്ടും എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു റിസൾട്ട് വന്നിട്ടുണ്ട് നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിനോട് അപ്പോഴും പ്രാർത്ഥിക്കുന്നത് മാതാവ് എനിക്ക് ക്ലബിംഗ് സ്കോറെങ്കിലും തരണേന്ന് മാത്രമാണ്. അങ്ങനെ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എനിക്ക് റിസൾട്ട് വന്നപ്പം ഞാൻ ആരോടും പറഞ്ഞില്ല. ഞാൻ നേരെ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ നോക്കുമ്പം എനിക്ക് 4 മൊഡ്യൂളിലും B ഗ്രേഡാണ്. ഞാൻ അതിന് മാത്രം ഒന്നും എഴുതിയിട്ടില്ല എന്നും അതിന് മാത്രം ഒന്നും ഞാൻ പഠിച്ചിട്ടുമില്ല. എനിക്ക് മാതാവ് തന്ന വലിയൊരു അനുഗ്രഹം തന്നെയാണത്. 4 മൊഡ്യൂളിലും B ഗ്രേഡ്, നല്ല മാർക്കുണ്ടായിരുന്നു എനിക്ക്. ഞാനിപ്പോൾ ഏറ്റവും ടഫാന്ന് പറഞ്ഞ സ്പീക്കിംഗ് മൊഡ്യൂളിന് എനിക്ക് 420 മാർക്കാണ്. ഫസ്റ്റ് എക്സാമിൽ എളുപ്പമായിരുന്നു എനിക്ക് സ്പീക്കിംഗ്, അതിന് പോലും എനിക്ക് 410 ഉള്ളൂ. മാതാവ് എനിക്ക് അത്രയും വലിയൊരു അനുഗ്രഹം നൽകി. അതുപോലെ തന്നെ എൻ്റെ അനിയൻ അയർലൻഡിൽ പഠിച്ചു കഴിഞ്ഞിട്ട് അവനൊരു ജോലിക്കായിട്ട് കുറേ ശ്രമിച്ചു, പക്ഷെ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇൻ്റർവ്യൂസൊക്കെ ഒരുപാട് വരുന്നുണ്ട്, എല്ലാം അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം അവൻ വിളിച്ചപ്പം മമ്മിയോട് പറഞ്ഞു ഇനിയിപ്പം ജോലിയൊന്നും കിട്ടുന്നില്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും കെയർ ടേക്കറിൻ്റെ കോഴ്സ് പഠിച്ച് ഞാനിനി ആ വർക്ക് ചെയ്യേണ്ടി വരും, അല്ലാതെ വേറെ വഴിയൊന്നും കാണുന്നില്ലെന്ന് പറഞ്ഞ് മമ്മിയോടും പറഞ്ഞു ചേച്ചിയുടെ അടുത്ത് പറയണ്ടെന്ന് പറഞ്ഞ് ഞാൻ വിഷമിക്കുന്നുള്ളതുകൊണ്ട്.
പക്ഷേ മമ്മിക്ക് സങ്കടം സഹിക്കാൻ പറ്റാതെ മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാനങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ച് 1 മാസം കഴിഞ്ഞപ്പോഴേക്കും അവനൊരു ജോലി നൽകി മാതാവ് അനുഗ്രഹിച്ചു. ഈ കാര്യങ്ങളെല്ലാം മാതാവ് തന്ന വലിയ അനുഗ്രഹങ്ങളായിട്ട് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നമ്മുടെ വീടിൻ്റെ അടുക്കെ തന്നെ ഒരു ഓൾഡ് ഏജ് ഹോമും അതുപോലെ തന്നെ മെൻ്റലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള കുട്ടികളുടെ ഒരു ഹോമും ഉണ്ട്. ഞങ്ങൾ ആ സ്കൂളിലും ഈ ഓൾഡ് ഏജ് ഹോമിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകും. അതുപോലെ തന്നെ അവരുടെ കൂടെ കുറേ സമയം ചിലവഴിക്കും. അമ്മമാർക്കാണെങ്കിലും ഇടയ്ക്കെല്ലാം അവരുടെ ഭക്ഷണത്തിന് വേണ്ട പൈസയൊക്കെ കൊടുക്കും. പിന്നെ അതുപോലെ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് പാലിയേറ്റീവ് കെയറിനൊക്കെ പോകുമ്പം ഞാൻ ആ സിസ്റ്റേഴ്സിനോട് പറയും, പാലിയേറ്റീവ് കെയർ പോകുമ്പം എന്നെ വിളിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ് ഞാൻ അങ്ങനെ പാലിയേറ്റീവ് കെയറിന് പോയി അവർക്ക് ആവശ്യമുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുമായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളാണെങ്കിലും കൃപാസനം പത്രം എല്ലാ മാസത്തെയും ഞാൻ വാങ്ങിക്കാറുണ്ട്, വിതരണം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജോസഫ് അച്ഛൻ്റെ ധ്യാനവും എല്ലാ ആഴ്ചയും ഞാൻ കൂടാറുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ എനിക്ക് നൽകിയ പരിശുദ്ധ അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. സ്നേഹം നിറഞ്ഞവരെ, മത്തായിയുടെ സുവിശേഷം 10:29 മുതലുള്ള വാക്യങ്ങളിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. ഒരു നാണയത്തുട്ടിന് 2 കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ? നിങ്ങളുടെ പിതാവിൻ്റെ അറിവ് കൂടാതെ അവയിലൊന്നു പോലും നിലംപതിക്കുകയില്ല. നിങ്ങളുടെ തലയിലെ ഓരോ മുടിയുടെയും എണ്ണപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണ്. പ്രിയമുള്ളവരെ, നമ്മളുടെ മുൻപിൽ ഗീതോ ഫ്രാൻസിസ് എന്ന സഹോദരി ഉടമ്പടി സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ കർത്താവിൻ്റെ അനന്തമായിട്ടുള്ള കരുതൽ നമുക്ക് ഈ സാക്ഷ്യത്തിലുടനീളം കാണുവാനായിട്ട് സാധിക്കും. ഉടമ്പടി എടുത്ത് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ത്രിയേക ദൈവസന്നിധിയിലേക്ക് നടന്നെടുക്കുമ്പോൾ ദൈവമായ കർത്താവിൻ്റെ കരുതലിൻ്റെ കരം ഈ സഹോദരിയുടെ ജീവിതത്തിലുടനീളം ഉടമ്പടി സാക്ഷ്യത്തിലുടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ സഹോദരി പറഞ്ഞു, ഭർത്താവ് നഷ്ടപ്പെടുന്ന വലിയ നൊമ്പരത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയ സ്നേഹം അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നു. ഒരു പുതിയ കുടുംബത്തിന് രൂപം കൊടുക്കുവാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ തൻ്റെ പഠനത്തിൻ്റെയും തൻ്റെ പരീക്ഷകളുടെയും അവസ്ഥയിൽ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്നു നിന്ന് നിയോഗമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ശക്തമായിട്ടുള്ള ഇടപെടലോടുകൂടി ഈ കുടുംബത്തിലേക്ക് കടന്നു വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. വീണ്ടും സഹോദരൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ ഉടമ്പടി ജീവിതം വിശുദ്ധിയോടുകൂടി കൊണ്ടുപോകുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറാകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി ത്രിയേക ദൈവത്തിൻ്റെ കൃപ സ്വീകരിക്കുവാനായിട്ട് ഈ കുടുംബത്തിന് അനുഗ്രഹം ലഭിക്കുന്നതായിട്ട് ഈ സാക്ഷ്യത്തിൽ നമ്മൾ കാണുകയാണ്. ഈ സഹോദരങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഇവരുടെ കുടുംബത്തിലെ പരിശുദ്ധ അമ്മ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം. ഇരുകരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.